നമസ്കാരം. സാൻവി ക്രിയേഷൻസിൻ്റെ സാൻവി ടേസ്റ്റ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ പലപ്പോഴും തുടങ്ങുന്നത് ഒരു അടുക്കളയിൽ നിന്നാണ്. സ്നേഹത്തിൻ്റെ രുചിയും കരുതലിൻ്റെ മണവും നിറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മൈസൂർ മസാല ദോശ ഇന്ന് നമുക്ക് സ്വന്തം അടുക്കളയിൽ തയ്യാറാക്കാം. വരൂ, രുചിയുടെ ഈ മനോഹര യാത്ര ഒരുമിച്ച് തുടങ്ങാം. മൈസൂർ മസാല ദോശ തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ദോശമാവ് ആവശ്യത്തിന്, ഓയിൽ അല്ലെങ്കിൽ ഗീ ആവശ്യത്തിന്, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഉണക്കമുളക് 4-5 വെളുത്തുള്ളി 6-8 അല്ലി, റോസ്റ്റ് ചെയ്ത ഗ്രാം 3 ടേബിൾ സ്പൂൺ, പുളി ഒരു ചെറിയ പീസ്, 1 ടേബിൾ സ്പൂൺ ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പൊട്ടാറ്റോ 4 വേവിച്ച് മാഷ് ചെയ്തത്, ക്യാരറ്റ് ഒരു ചെറുത്, ബീറ്റ്റൂട്ടും ഒരു ചെറുത്, ക്യാരറ്റും ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്തതായിരിക്കണം, ഉള്ളി 2 ചെറുത് സ്ലൈസായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3, ഇഞ്ചി ഒരു ചെറിയ പീസ്, കറിവേപ്പില ആവശ്യത്തിന്, കടുക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കൊറിയാണ്ടർ ലീവ്സ് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്. തയ്യാറാക്കുന്ന വിധം: ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്യുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആഡ് ചെയ്യുക. അത് വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി അല്ലികൾ ആഡ് ചെയ്യുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും കറിവേപ്പിലയും ആഡ് ചെയ്യുക. അത് മൂത്തതിന് ശേഷം എല്ലാം കൂടെ ഒരു മിക്സറിലിട്ട് വെള്ളവും ചേർത്ത് കുറച്ച് ജാഗരിപ്പൊടിയും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനിയും ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവാളയും ചേർത്ത് നന്നായി ഇളക്കുക. അത് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കുക. ക്യാരറ്റും ബീറ്റ്റൂട്ടും വെന്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കുക.
അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കുക. ഇനിയും ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ദോശമാവ് ഒഴിച്ച് നന്നായി പരത്തുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മൈസൂർ മസാലക്കൂട്ട് ചേർത്ത് ദോശയുടെ മുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ മൈസൂർ മസാല ദോശ തയ്യാറായി. തയ്യാറായ ദോശ ചട്നിയും സാമ്പാറിൻ്റെയും കൂടെ ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ തയ്യാറാക്കിയ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മൈസൂർ മസാല ദോശ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള രുചിക്കൂട്ടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ രുചിയുമായി കാണാം. അതുവരെ സ്നേഹത്തോടെ പാചകം ചെയ്യൂ, സന്തോഷത്തോടെ ജീവിക്കൂ.